സർ, ഇടിമിന്നലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അടുത്തിടെ ഉണ്ടായ വേനൽമലയിൽ ശക്തമായ ഇടിമിന്നൽ ഉണ്ടായിരുന്നു. പലരെയും ഇടിമിന്നൽ ബാധിച്ചു. പക്ഷികൾ മിന്നലേറ്റ് വീണു എന്നുള്ള വാർത്തകൾ വരെ വന്നു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യം, നല്ല ചൂടിന് ശേഷം വരുന്ന ഇടിമിന്നൽ അത് അപകട സാധ്യത കൂട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ വേനലിലുണ്ടാകുന്ന ഇടിമിന്നലുകളുടെ അപകട സാധ്യത വളരെ കൂടുതലല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് അത്തരൊരു അവസ്ഥയിൽ? അതെ, ഈ ചൂട് അടിസ്ഥാനപരമായി നമ്മുടെ എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളെയും തീരുമാനിക്കുന്നത് ചൂടാണ്. കാരണം സൂര്യനിൽ നിന്ന് വരുന്ന എനർജി അതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമുദ്രോപരിതല ഊഷ്മാവ് വർദ്ധിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മറ്റു പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു. കാറ്റിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നു. നമ്മുടെ കരയിലേക്കും കടലിലേക്കും പോകുന്ന കാറ്റിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ഇതേപോലെ തന്നെയാണ് ഈ കൂമ്പാര മേഘങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഇടിമിന്നൽ ഉണ്ടാക്കുന്ന മേഘങ്ങൾ എന്ന് പറയുന്നത് ക്യുമുലോ നിംബസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന കൂമ്പാര മേഘങ്ങളാണ്. കറുത്തിരണ്ട് വലിയ വെർട്ടിക്കൽ ഹൈറ്റിൽ വരുന്ന മേഘങ്ങളാണ്. ആ മേഘങ്ങൾ പൊതുവെ ഈ കൺവെക്ഷൻ്റെ ഭാഗമായിട്ട്, ഈ ചൂട് മൂലം കൺവെക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത്. അപ്പം ചൂട് കൂടുന്നത് സ്വാഭാവികമായിട്ടും ഈ കൺവെക്ഷൻ്റെ ഇൻറ്റൻസിറ്റി വർദ്ധിക്കും. അത്തരം മേഘങ്ങൾ വലിയ രീതിയിലുള്ള വലിയ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. സ്വാഭാവികമായിട്ടും അത് വലിയ ശക്തമായ ഇടിമിന്നലും ഉണ്ടാക്കും. ഈ ഒരു പ്രോസസ്സ് പൊതുവെ നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ മൺസൂൺ മാസത്തിൽ സാധാരണഗതിയിൽ ഇത്തരം മേഘങ്ങൾ ഉണ്ടാവാറില്ല. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മൺസൂൺ കാലത്ത് പോലും ഇത്തരം മേഘങ്ങൾ കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ചൂടേറിയ വേനൽക്കാലങ്ങൾ കഴിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് ചില പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിമിന്നൽ എന്ന് പറയുന്നത് ഏറ്റവും വിനാശകരം ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മളൊരു ഇടിമിന്നലിൽ അപകട സാധ്യത കൂടിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമുക്ക് സജീവമായി ഏത് സമയത്തും വളരെ പൊടുന്നനെ ഒരു മുന്നറിയിപ്പില്ലാതെ തന്നെ വളരെ പൊടുന്നനെ ഇത്തരത്തിലുള്ള കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുകയും നമുക്ക് അത്തരത്തിലുള്ള ഇടിമിന്നൽ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടിമിന്നലിൻ്റെ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇടിമിന്നൽ നമുക്ക് തടയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൂർണ്ണമായും സുരക്ഷയുണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അപകടമല്ല യഥാർത്ഥത്തിൽ. ഇടിമിന്നലിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് ഇടിമിന്നൽ എപ്പോഴും ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ വലിയ എമൗണ്ട് കറണ്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയാണ് ഇടിമിന്നലിലൂടെ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് ഒരു ചാലകമായി നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ ഒബ്ജക്റ്റുകളിലാണ് പൊതുവെ ഇടിമിന്നൽ പതിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ പുറം ജോലിയിൽ ഏർപ്പെടുകയല്ല, അല്ലെങ്കിൽ പുറത്തല്ല, തുറസായ സ്ഥലത്തല്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. എപ്പോഴും ഇടിമിന്നലിൻ്റെ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ നമ്മൾ ഒരു കെട്ടിടത്തിനകത്തേക്ക്, സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനകത്തേക്ക് മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനവും ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരൊറ്റ മാർഗ്ഗം. അത് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു കവചിത വാഹനമാണെങ്കിൽ, പ്രത്യേകിച്ച് കാറ്, ബസ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഫാരഡേസ് കേജ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ അത്തരത്തിലുള്ള ഒരു മെറ്റാലിക് സർഫസിൽ വീണ് കഴിഞ്ഞാൽ അത് ചാർജ് നള്ളിഫൈ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് കാറ്, ബസ്, ട്രെയിൻ പോലെയുള്ള വാഹനങ്ങൾ, കവചിത വാഹനങ്ങളാണെങ്കിൽ അതിനകത്ത് തുടരുക. പക്ഷേ എന്നാൽ ട്രാക്ടർ, ബൈക്ക്, സൈക്കിൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ പരമാവധി യാത്ര മാറ്റിവെച്ച് സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനകത്തേക്ക് മാറും. അപ്പോൾ കെട്ടിടത്തിനകത്ത് പോകുമ്പോൾ കെട്ടിടം സുരക്ഷിതമാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് സേവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളൊരു പ്രശ്നം, നമുക്ക് ഇടിമിന്നൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മരങ്ങളുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും മരങ്ങളുടെ മുകളിൽ ഇടിമിന്നൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മഴയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് പലപ്പോഴും ആളുകൾ മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറി നിൽക്കും. കഴിഞ്ഞ വർഷം നമുക്ക് കൊല്ലം ജില്ലയിൽ 2 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഈ മരച്ചോട്ടിലേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയും മരത്തിൻ്റെ മുകളിൽ ഇടിമിന്നൽ വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ മരച്ചോട്ടിലേക്ക് അഭയം തേടി പോകാൻ പാടില്ല. നമ്മുടെ വാഹനങ്ങളും മരച്ചോട്ടിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. മരത്തിൻ്റെ മുകളിൽ ഇടിമിന്നൽ വീഴാനുള്ള, തെങ്ങിൻ്റെ മുകളിലേക്ക് ഇടിമിന്നൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊടിമരം, അതുപോലെയുള്ള ഉയരം കൂടിയ ഒബ്ജക്റ്റുകൾ, ഉയരം കൂടിയ ഒബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ടവർ, മൊബൈൽ ടവറുകൾ, കൊടിമരങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഉയരം കൂടിയ കെട്ടിടങ്ങളിലുമാണ് പൊതുവേ വീഴാറുള്ളത്. പക്ഷേ ഈ മരത്തിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഇടിമിന്നൽ ഗ്രൗണ്ട് കണ്ടക്ടിവിറ്റി വഴി സഞ്ചരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനോട് ചേർന്ന് തന്നെ നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം. അപ്പം ഏറ്റവും സുരക്ഷിതം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിടത്തിനകത്ത് അല്ലെങ്കിൽ വാഹനത്തിനകത്ത് തന്നെ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വയേർഡായിട്ടുള്ള കണക്ഷൻസുമായിട്ട് കോൺടാക്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ പരമാവധി സ്വിച്ച് ഓഫ് ചെയ്യുക മാത്രമല്ല, അൺപ്ലഗ് ചെയ്തിടുകയും ചെയ്യാം എന്നുള്ളത്. നമ്മൾ ഗൃഹോപകരണങ്ങൾ പലപ്പോഴും നമുക്ക് അപകടം സംഭവിക്കുന്നുണ്ട്. പിന്നെ മിന്നൽ രക്ഷാചാലകം സ്ഥാപിക്കാൻ സാധിക്കുന്ന ആൾക്കാരൊക്കെ അത് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ സർജ് പ്രൊട്ടക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എല്ലാവരും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം
ഇടിമിന്നൽ പലപ്പോഴും നമ്മുടെ നെറ്റ്വർക്കിൽ എവിടെയെങ്കിലും വീഴുമ്പോൾ, നമ്മുടെ ട്രാൻസ്ഫോമറിൽ വീണാൽ പോലും, അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിന് മുകളിൽ വീണാൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ നെറ്റ്വർക്കിനെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ആശയവിനിമയം അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രിക് ശൃംഖലയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലംബിംഗ് വർക്കിനെ നമ്മൾ ശ്രദ്ധിക്കണം. പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാത്ത ചില മേഖലകളായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പം ടാങ്ക് എല്ലാം മുകളിലായിരിക്കും ഉണ്ടാവുക. ടാങ്കിൻ്റെ മുകളിലേക്ക് വീഴുകയും വെള്ളമാണ് പ്ലംബിംഗ് നെറ്റ്വർക്കിലൂടെ അത് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടാപ്പും കാര്യങ്ങളൊക്കെ ഇടിമിന്നലുള്ള സമയത്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഷവർ പരമാവധി ആ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക. ഇനിയിപ്പോൾ ആ സമയത്ത് വെള്ളമൊക്കെ പിടിച്ചു വെക്കുകയാണെങ്കിൽ വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ്. എന്നാലും പരമാവധി മറ്റു സാധനങ്ങളും കോൺടാക്റ്റ് ഇല്ലാതെ വളരെ കുറച്ച് സമയം മാത്രമേ ഇടിമിന്നൽ ഉണ്ടാവുള്ളൂ. ഇത് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു പോകുന്ന ചെറിയ സിസ്റ്റംസ് ആണ് ഇടിമിന്നൽ പൊതുവേ ഉണ്ടാക്കുന്ന ഈ പിന്നെ ക്യൂമുലോ നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തണ്ടർ സ്റ്റോംസ് പാസ് ചെയ്ത് പോകുന്ന ഒരു അരമണിക്കൂറായിരിക്കും. ആ സമയം നമ്മൾ പരമാവധി സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇടിമിന്നൽ നമുക്ക് വേറെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളില്ല. ഇടിമിന്നൽ ഏറ്റ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ CPR കൊടുക്കുക, ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ മേൽ പിന്നെ ഇതൊന്നും ഉണ്ടാകത്തില്ല, ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പേടിച്ചുകൊണ്ട് പലപ്പോഴും ആളുകൾ മാറി നിൽക്കും ഇടിമിന്നലേറ്റ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ നമ്മൾക്ക് ചില തെറ്റായ ധാരണകളുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്വർണം ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഇടിമിന്നലേൽക്കും, മൊബൈൽ ഫോൺ ഉപയോഗിക്കും ഇടിമിന്നലേൽക്കും, അങ്ങനെയുള്ള കുറേ തെറ്റായ ധാരണകൾ, അതൊന്നും ഇടിമിന്നലേൽക്കാൻ ഉള്ള കാരണമാവാറില്ല. ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തുറസായ സ്ഥലത്താണെങ്കിൽ, ഫോൺ കാരണമല്ല, തുറസായ സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ടെറസിൻ്റെ മുകളിലോ പറമ്പിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്തരം അപകട സാധ്യതയുണ്ട്. മൊബൈൽ ഫോണിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വയേർഡായിട്ടുള്ള ടെലിഫോണുകൾ ഒരു കാരണവശാലും നമ്മൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ടെലിഫോണിൽ ആ നെറ്റ്വർക്കിലേക്ക് ചില പക്ഷേ ഇടിമിന്നൽ വീണ് കറണ്ട് സർജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കൂടാതെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് നമ്മുടെ ഒരു അനുഭവത്തിൽ അപകടം പറ്റിയതായിട്ട് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ പിന്നെ ഈ അലക്കിയ തുണി നമ്മൾ വിരിച്ചിട്ടുണ്ടാവും. പലപ്പോഴും ടെറസിൻ്റെ മുകളിലായിരിക്കും, അല്ലെങ്കിൽ പുറത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വളർത്തുമൃഗങ്ങളെ കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ മേഘം കണ്ടാൽ ഉടനെ തന്നെ, കാർമേഘം കണ്ടാൽ ഉടനെ നമ്മളത് എടുക്കാൻ പോകും. ആ സമയത്ത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പിന്നെ ഈ വളർത്തുമൃഗങ്ങളെ മാറ്റിക്കെട്ടാൻ പോകുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒന്നുകിൽ ഇടിമിന്നൽ ആരംഭിക്കുന്നതിന് മുന്നേ അത് മാറ്റി ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മളത് മഴ നനഞ്ഞോട്ടെ എന്ന് കരുതി നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. കാരണം മഴ നനയുക എന്നതിനപ്പുറത്തേക്ക് അതുമായി ഉള്ള ഇടിമിന്നൽ നമുക്ക് കൂടുതൽ അപകടമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇടിമിന്നൽ അത് ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. വേനൽ മഴയോടൊപ്പം നമ്മൾ ഈ ഒരു 2-3 മാസമാണ് ഇടിമിന്നൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമാണ് ഇടിമിന്നൽ ഉണ്ടാവുക. 2 മണിക്ക് ശേഷം ആണ് പൊതുവേ ഇടിമിന്നൽ സജീവമാവുക. ഒരു 8 മണി 9 മണി വരെയൊക്കെയാണ് പരമാവധി ഇടിമിന്നൽ ഉണ്ടാവാറുള്ളത്. ഇപ്പോഴൊക്കെ ചിലപ്പോൾ രാത്രി കഴിഞ്ഞിട്ടും ഇടിമിന്നൽ കാണാറുണ്ട്. പക്ഷേ അപകടകരമായിട്ടുള്ള ഈ രീതിയിലുള്ള ഇടിമിന്നൽ എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് പൊതുവേ ഉണ്ടാവാറുള്ളത്.